Hi guys, എന്തൊക്കെയാണ്? കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് കാരണം കുറച്ച് വർക്ക് ബിസി കാരണം വീഡിയോ എടുക്കാൻ പറ്റാണ്ടായി. സോ ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ നമ്മളെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുള്ളതാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എങ്ങനെയാണ് ടൈം സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് കഴിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് കഴിച്ചിട്ടാണ് നമ്മൾ ഫാസ്റ്റിംഗ് മുറിക്കുക, ഇതൊക്കെ ഒരുപാട് പേർക്ക് ഒരു സംശയമുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കാണുന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നൂടെ ഞാൻ പറഞ്ഞുതരാം. അതുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തൊക്കെ കണ്ടൻറ്റ് വേണം നമ്മളെ ഫുഡിൽ, ഒക്കെ അത് ഏത് രീതിയിൽ വേണം നമ്മൾ കഴിക്കാൻ. ഒരുപാട് പേര് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് കൂടുതൽ പേരും ഇത് ഫോളോ ചെയ്യാറ്. അതേപോലെ തന്നെ വെയിറ്റ് മാനേജ് ചെയ്യാൻ. അപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇനി എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്ക് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡോക്ടറെ അഭിപ്രായത്തോടെ നിങ്ങൾ അറിഞ്ഞിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുക. അല്ലാത്തവർ നിങ്ങൾ ആ രീതിയിൽ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് റെഡ്യൂസ് ആകുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ശരിക്കും ഒരു ഡയറ്റ് പ്ലാൻ അല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നമ്മളൊരു ഈറ്റിംഗ് പാറ്റേൺ ആണ്. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ആളുകൾക്ക് കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് 16:8 ആണ്. അതായത് 16 hours ഫാസ്റ്റിങ്ങും 8 hours ഫീഡിങ്ങുമാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് കൂടുതൽ ആളുകൾ ഫോളോ ചെയ്ത് വരുന്നതും കൂടുതൽ ആളുകൾക്ക് റിസൾട്ട് കിട്ടുന്നതും. അപ്പോൾ ഈ ടൈം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ആഫ്റ്റർനൂൺ, അതായത് 12 മണി അല്ലെങ്കിൽ 1 മണി അല്ലെങ്കിൽ 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതായത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും സ്കിപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് അധികമായിട്ടും ഈ അസിഡിറ്റീൻ്റെ പ്രോബ്ലമൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന 2 ബെസ്റ്റ് ടൈമാണ്. അതായത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ 8 to 4 അല്ലാന്നുണ്ടെങ്കിൽ 10 to 6. അപ്പോൾ ഞാനിവിടെ മീലിൽ നിന്ന് പറയാൻ പോകുന്നത് ഒരു 10 to 6 ആ ഒരു രീതിയിലാണ്. അത് കുറച്ചുകൂടെ നല്ല എല്ലാവർക്കും ഒരു കംഫർട്ടബിൾ ആകുന്ന ഒരു ടൈമിംഗ് ആണ്. പലരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവരാണ്. അപ്പോൾ നിങ്ങളൊരു 10 to 6 ആകുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് പറ്റിയൊരു ഫീഡിങ് ടൈമാണ്. അപ്പോൾ 16 hours ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റിംഗ് ടൈമിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല. അതായത് കലോറി കൂടിയ ഫുഡുകളൊന്നും കഴിക്കാൻ പാടില്ല. അത് കഴിക്കാൻ പറ്റുന്നത് നമുക്ക് ഗ്രീൻ ടീ അല്ലെങ്കിൽ ലെമൺ ടീ അല്ലെങ്കിൽ കോഫി, ബ്ലാക്ക് കോഫി, ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തൊരു ഫുഡ് നിങ്ങൾ ആ ഒരു ടൈമിൽ കഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് സംശയമുണ്ട് എങ്ങനെയാണ് നമ്മളെ ഫാസ്റ്റിങ്, അതായത് നമ്മൾ മുറിക്കുന്ന രീതി. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫാസ്റ്റിംഗ് മെത്തേഡ് തന്നെയാണ്. ആക്ച്വലി ഒരു 16 hours നമ്മൾ ഫുഡൊന്നും കഴിക്കാതെയാണ് ഇരിക്കുക. കാരണം 8 hours നമുക്ക് ഒരു മാക്സിമം 1200 കലോറീസ്, മാക്സിമം 1500 കലോറീസ് ഒക്കെ നമ്മൾ കഴിക്കുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ കഴിക്കൂല. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ഈ 2 കാര്യവും ശ്രദ്ധിക്കണം. നമ്മൾ കഴിക്കാൻ പോകുന്ന ഫുഡ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഉള്ള ഫുഡായിരിക്കണം. അതേപോലെ തന്നെ ഒരുപാട് വലിച്ചു വഴി കഴിക്കരുത്. കാരണം നമ്മൾ ഒരു 4 മീലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഏറി വന്ന ഒരു 4, അതായത് ഒരു സ്നാക്സും ഒരു 3 മെയിൻ മീലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ വലിച്ചു വാരിയൊന്നും കഴിക്കാൻ പാടില്ല. മിതമായിട്ട് കഴിക്കുക. അതും ക്വാളിറ്റി ഉള്ള ഫുഡുകൾ കഴിക്കുക. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി ക്വാളിറ്റി ഫുഡ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, ഫാറ്റ്സ്, അതേപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ള ഇതായിരിക്കണം നമ്മൾ കഴിക്കാൻ പോകുന്ന ഫുഡിൽ ഒക്കെ ഇത് ഉൾപ്പെടുത്തിയിരിക്കണം. അതേപോലെ തന്നെ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ചുള്ള പ്രോട്ടീൻ നിങ്ങൾ കൺസ്യൂം ചെയ്യുക. ഇപ്പോൾ ഒരു 0.7 gram per kg ആ ലെവലിൽ നിങ്ങൾ ഇപ്പോൾ നോർമൽ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ലെവലിൽ നിങ്ങൾ കൺസ്യൂം ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1.5 gram വെച്ച് കഴിക്കുക. അത് നമ്മളെ ഇൻറ്റൻസ് അനുസരിച്ചാണ് നമ്മൾ പ്രോട്ടീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ അധിക പേരും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് കാണാറുള്ളത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും ഒരു അളവിൽ കൂടുതൽ നിങ്ങൾ കഴിക്കാതിരിക്കുക. ഇപ്പോൾ റൈസൊക്കെ ആണെങ്കിൽ നിങ്ങൾ കഴിക്കുന്നെങ്കിൽ ഒരു മാക്സിമം ഒരു 200 gram 250 gram ഒക്കെ ആ ലെവലിൽ നിങ്ങൾ എടുക്കുക. അതാകുമ്പോൾ കറക്റ്റ് ക്വാണ്ടിറ്റിയാണ്. വയറ് ഫുള്ളാവില്ല, എന്നാൽ കഴിച്ച ആ ഒരു ഫീല് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓവർ വിശക്കില്ല. അതേപോലെ തന്നെ നമ്മൾ കഴിക്കാൻ പോകുന്ന ഫുഡിൽ വെജിറ്റബിൾസ് ഒരുപാട് ആഡ് ചെയ്യണം. ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ
ധാരാളം നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ ലെഗ്യൂംസ്, അതായത് ചെറുപയർ, കടല, അങ്ങനത്തെ ഫുഡുകൾ, വെജിറ്റബിൾസ്, കുക്കുംബർ, ക്യാരറ്റ്, ലെറ്റ്യൂസ്, ബ്രൊക്കോളി അല്ലെങ്കിൽ ബീട്രൂട്ട്, ഒനിയൻ, ഇങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഒരു തോരൻ രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ ചിക്കന്, ഫിഷ്, എഗ്ഗ്, സോയ ചങ്ക്സ്, ചെറുപയർ, കടല, പനീർ, ഇങ്ങനത്തെയൊക്കെ പ്രോട്ടീൻ അടങ്ങിയ ഫുഡാണ്. അപ്പോൾ അതും ഒരു അളവിൽ കൂടുതൽ നിങ്ങൾ കഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 100 ഗ്രാം 150 ഗ്രാം വരെ നിങ്ങൾ കഴിക്കുക, അതിൽ കൂടുതൽ കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഡയറ്റ് പ്ലാൻ അല്ല. നമ്മൾ നോർമൽ കഴിക്കുന്ന ഭക്ഷണം തന്നെ കുറച്ച് ക്വാളിറ്റിയുള്ള ഫുഡുകൾ കഴിക്കുക. അതേപോലെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ചപ്പാത്തി, റൈസ്, അപ്പോൾ റൈസൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ബ്രൗൺ റൈസൊക്കെ കഴിക്കുക. ബ്രൗൺ റൈസൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഡയബറ്റിസ് ഉള്ള ആളുകളാണെങ്കിലും PCOD ഉള്ള ആളുകളാണെങ്കിലും തൈറോയ്ഡ് ഉള്ള ആളുകളാണെങ്കിലും ഇവർക്കൊക്കെ പൊതുവായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ബ്രൗൺ റൈസ്. അപ്പോൾ അതും അളവിൽ കൂടുതൽ കഴിക്കാണ്ടിരിക്കുക. ബ്രൗൺ റൈസ് കഴിക്കുക, ചപ്പാത്തി അല്ലെങ്കിൽ രാഗി, അങ്ങനത്തെ ഫുഡുകളാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്താം, അങ്ങനെ എന്തെങ്കിലും ഫുഡിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഈറ്റിംഗ് പാറ്റേൺ മാത്രമാണ്, ഒരു ഡയറ്റ് പ്ലാൻ അല്ല. ഡയറ്റ് എന്നുള്ളൊരു മെത്തേഡിൽ പോകേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഫുഡ് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഫാസ്റ്റിങ് അവസാനിപ്പിക്കുക, അതെല്ലാം കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നമ്മൾ ഫുഡിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് നമ്മൾ മീൽ സെറ്റ് ചെയ്യുക ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ, ഇതൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറയാം. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് ആളുകൾക്ക് കൂടുതലായിട്ട് കംഫർട്ടബിൾ ആകുന്ന ഒരു ടൈമിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈം വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ടൈമിങ്ങിൽ ഇപ്പോൾ നോർമലി ചെയ്യുന്നത് ആളുകൾ 8 to 4 അല്ലെങ്കിൽ 10 to 6, ഈ 2 ടൈമിങ്ങാണ് കുറച്ചുകൂടി നല്ല ആളുകൾക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തൊരു ടൈമിംഗ് എന്ന് പറയുന്നത്. ചില ആളുകൾ 12 to 8 അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്കത് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. ഇപ്പോൾ നമ്മൾ ഫുഡിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മളെ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ളതായിരിക്കണം നമ്മളെ ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന ടൈമിങ് 10 to 6. അപ്പോൾ ഈ ഒരു ടൈമിങ്ങിലാണ് നമ്മൾ ഫീഡിങ് ടൈം എന്ന് പറയുന്നത്. ബാക്കിയുള്ള ടൈമിങ് ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ സാധാരണ നമ്മൾ 10 മണിക്ക് നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന ടൈമാണല്ലോ. ഞാൻ ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ എപ്പോഴും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം എംപ്റ്റി സ്റ്റൊമക്കിൽ നല്ലൊരു ചോയ്സ് ആൽമണ്ട്സ്, നമ്മൾ സോക്ക് ചെയ്ത ആൽമണ്ട്സ് ഒരു 5 or 10 ആൽമണ്ട്സ് നിങ്ങൾ തൊലി കളഞ്ഞിട്ട് നിങ്ങളത് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുക. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരു എന്താ പറയുക, ആൽമണ്ട്സ് ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. അതായത് നമ്മളെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും, അതായത് പിന്നെ നമ്മളെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളതാണ് ആൽമണ്ട്സിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി ആൽമണ്ട്സ് കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് എംപ്റ്റി സ്റ്റൊമക്കിൽ നമ്മളെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുന്നതും വളരെയധികം നല്ലതാണ്. കാരണം ഫ്രൂട്ട്സ് നമുക്ക് ബോഡിയിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ലൈക്ക് വിറ്റാമിൻസ്, മിനറൽസൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങളൊരു ബോൾ ഫ്രൂട്ട്സിൽ സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങളെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ ഫസ്റ്റ് മീലിൽ, അതായത് 10 മണിക്ക് നമ്മളിപ്പോൾ ചെറിയൊരു പോർഷൻ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് നമ്മളെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തു. ഇനിയിപ്പോൾ തൈറോയ്ഡ് പേഷ്യൻസൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങൾ ടാബ്ലറ്റ് കഴിക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 1 hour മുമ്പ് ടാബ്ലറ്റ് കഴിക്കുക. ശേഷം നിങ്ങൾ 10 മണിക്ക് നിങ്ങളെ മീൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതും ഡോക്ടറോട് നിങ്ങൾ ചോദിക്കുക, അവരോട് ചോദിച്ചതിന് ശേഷം അവർ എന്താണ് പറയുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. അതായത് നമ്മൾ ഫസ്റ്റ് മീൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുക. ചില ആളുകൾ ഇപ്പോൾ 12 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു ലഞ്ച് അതായത് റൈസ് അങ്ങനെയും സ്റ്റാർട്ട് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും സംശയമുള്ളവർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ Instagram ID ഫോളോ ചെയ്തിട്ട് നിങ്ങൾ അതിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന ടൈമിംഗ് എന്ന് പറയുന്നത് 10 to 6 ആണ്, 10 to 6 ആണ്. അപ്പോൾ ആ ഒരു മീൽ പ്ലാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 10 മണിക്ക് സാധാരണ നമ്മളെ വീട്ടിലുണ്ടാകുന്ന ഫസ്റ്റ് മീൽ ബ്രേക്ക്ഫാസ്റ്റിൽ ഒരുപാട് ചോയ്സ് ഉണ്ട്. നമുക്ക് ഓട്സ്, വീറ്റ് ദോശ, വീറ്റ് ചപ്പാത്തി, രാഗി, അങ്ങനെ എന്തെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ ഉൾപ്പെടുത്തുക. അങ്ങനെ എന്തെങ്കിലും 2 or 3 കഴിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് നിങ്ങൾ ആഡ് ചെയ്യുക മസ്റ്റായിട്ട്. നിങ്ങൾക്ക് എഗ്ഗ് കഴിക്കുക. ഇനിയിപ്പോൾ എഗ്ഗ് അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, എഗ്ഗ് കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചെറുപയർ, കടല, ചന, പനീർ അല്ലെങ്കിൽ ചിക്കൻ, ഫിഷ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കുറച്ച് ആഡ് ചെയ്യുക മസ്റ്റായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫസ്റ്റ് മീൽ നിങ്ങൾ കഴിക്കാം. അതിനുശേഷം
നമ്മളൊരു 2.5 മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കാം. 2.5 മണിക്കൂർ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഒരു 12:30 ആ ടൈം, 12:30 മണി. ഇപ്പോൾ 10 മണിക്ക് കഴിച്ചു, അടുത്തൊരു 12:30 മണിയാകുമ്പോൾ നമുക്ക് ലഞ്ച് ടൈം തന്നെ വെച്ചോളൂ. ഒരു 12 മണിയാകുമ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം. അപ്പോൾ ലഞ്ചിൽ നിങ്ങൾ ആദ്യം ആഡ് ചെയ്യേണ്ടത് ബ്രൗൺ റൈസാണ് കുറച്ചുകൂടെ നിങ്ങൾക്ക് നല്ലത്. ബ്രൗൺ റൈസ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബസുമതി റൈസൊക്കെ കഴിക്കുക. അപ്പോൾ അതൊരു ചെറിയ ക്വാണ്ടിറ്റി, സ്മോൾ ക്വാണ്ടിറ്റി, ചെറിയൊരു കപ്പ്, ഒരു 200 ഗ്രാം 250 ഗ്രാം ഒക്കെ വരുന്ന രീതിയിൽ നിങ്ങളൊരു കപ്പ് എടുക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് ആയി. ഇനി നമുക്ക് വേണ്ടത് പ്രോട്ടീനാണ്. അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് എന്തൊക്കെയാണ്? ചന, കടല, ചെറുപയർ, ഫിഷ്, എഗ്ഗ്, ബീഫ്, ചിക്കൻ, മട്ടൺ, ഇതൊക്കെ അങ്ങനെ എന്തെങ്കിലും ഫുഡ് നിങ്ങൾ അതിൽ ആഡ് ചെയ്യുക. ഒരു അളവ് നോക്കിയതിനനുസരിച്ച് ആഡ് ചെയ്യുക, ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് തോരനും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കും. സാധാരണ നമ്മൾ വീട്ടിലുണ്ടാകുന്ന ചീരകൾ, അല്ലെങ്കിൽ ബീട്രൂട്ട് ഉപ്പേരി, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ സലാഡ്സ് നിങ്ങൾ ആഡ് ചെയ്യുക. കുക്കുംബർ, ക്യാരറ്റ്, ലെറ്റ്യൂസ്, ബീട്രൂട്ട്, ഒനിയൻ, ടൊമാറ്റോ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ സ്മോൾ ഇതായിട്ട് ആഡ് ചെയ്യുക. ഇനിയിപ്പോൾ യോഗട്ടൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ യോഗട്ട് യൂസ് ചെയ്യുക. നിങ്ങൾ യോഗട്ട് വെയിറ്റ് ലോസ് എന്നുള്ളൊരു പർപ്പസിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറി പ്രോഡക്റ്റ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം വേണമെങ്കിൽ. ഇനിയിപ്പോൾ യോഗട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോ ഫാറ്റ് യോഗട്ടൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ അതും നിങ്ങൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ ആഡ് ചെയ്യുക. എല്ലാം സ്മോൾ ക്വാണ്ടിറ്റി ആയിരിക്കണം, ഒരുപാട് ക്വാണ്ടിറ്റി പാടില്ല. അതായത് നമ്മൾ വയറിൽ എപ്പോഴും ഒരു പകുതി ഭാഗം കാലിയായി കിടക്കുന്ന മാതിരത്തെ ഒരു ഫീല് നമുക്ക് വേണം എപ്പോഴും. അപ്പോൾ അത് നമ്മളൊരു 12:30 മണിക്ക് നമ്മൾ കഴിക്കുക. അപ്പോൾ 12:30 മണിക്ക് കഴിഞ്ഞു. ഇനി നമുക്കൊരു 2.5 മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കാം. ടൈം ഒരു 2.5 മണിക്കൂർ നമ്മൾ ദഹിക്കാനുള്ള ഗ്യാപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ 2.5 മണിക്കൂർ നിങ്ങൾ മസ്റ്റായിട്ട് ഗ്യാപ്പ് കൊടുക്കുക, നല്ലതാണ്. 2.5 to 3 മണിക്കൂർ നിങ്ങൾ ഗ്യാപ്പ് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പം ഒരു 3:30 മണിക്ക് നിങ്ങൾ ഒരു സ്നാക്സ് നമുക്ക് കഴിക്കാം. സ്നാക്സിൽ സാധാരണ നിങ്ങൾ ഗ്രീൻ ടീ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി, അല്ലാന്നുണ്ടെങ്കിൽ ലെമൺ ടീ, അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങൾ സ്നാക്സിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം? സ്വീറ്റ് പൊട്ടാറ്റോ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡ്, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ്, അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് വിത്ത് ചീസ്, അല്ലെങ്കിൽ ബ്രെഡ് വിത്ത് പീനട്ട് ബട്ടർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളൊരു സ്മോൾ പോർഷൻ എടുക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ ഗ്രീൻ ടീയോ ലെമൺ ടീയോ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഉൾപ്പെടുത്താം. ഇതൊരു സ്നാക്സായിട്ട് നിങ്ങളൊരു 3:30 മണിക്ക് നിങ്ങൾ കഴിക്കുക. ഇനി നമ്മളെ അവസാനത്തെ മീൽ എന്ന് പറയുന്നത് 6 o'clock, അതായത് 3:30 മണിക്ക് കഴിച്ചു, ഇനി 2.5 മണിക്കൂർ ഗ്യാപ്പ്. 6 o'clock നമ്മൾ അവസാനത്തെ മീൽ. ഇപ്പോൾ നമ്മൾ ലഞ്ചിൽ കഴിച്ചാൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ 6 മണിക്കുള്ള ഫുഡിലും നമുക്ക് കഴിക്കാം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി, അല്ലെങ്കിൽ രാഗി, അല്ലാന്നുണ്ടെങ്കിൽ ബ്രൗൺ റൈസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഒരു സ്മോൾ പോർഷൻ ആഡ് ചെയ്യാം. സ്മോൾ പോർഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വയറ് നിറച്ച് കഴിക്കരുത്. വയറ് നിറച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിൽ യാതൊരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ സ്മോൾ പോർഷനായിട്ട് കഴിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കറി നിങ്ങൾ ആഡ് ചെയ്യുക. ചെറുപയർ, കടല, ചന, പനീർ, അങ്ങനെ എന്തെങ്കിലും, ചിക്കൻ, ഫിഷ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ മാതിരി തോരൻ ആഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ സലാഡ്സ് ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഒരു സ്മോൾ പോർഷൻ നിങ്ങൾ ഡിന്നറിൽ, അതായത് നമ്മൾ 6 മണിക്കുള്ള മീൽസിൽ നിങ്ങൾ കഴിക്കാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഫാസ്റ്റിങ്ങിലേക്ക് കടക്കാൻ പോകും. ഫാസ്റ്റിങ്ങിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾ ഫാസ്റ്റിംഗ് ടൈമിങ്ങിൽ വേറെ ഒരു ഫുഡ് നിങ്ങൾ കഴിക്കാൻ പാടില്ല. വളരെ ലെസ് കലോറി കുറഞ്ഞിട്ടുള്ള ഫുഡ് മാത്രമേ നിങ്ങൾ കഴിക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഓവറായിട്ട് ഫുഡിന് ക്രേവിങ്സ് കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ഫുഡ്, ഈ വാട്ടർ മെലൺ പോലത്തെ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ഇത് മാത്രം നിങ്ങൾ ആഡ് ചെയ്യുക. വേറൊരു ഫുഡ് നിങ്ങൾ അതായത് 50 കലോറിൻ്റെ മുകളിലുള്ള ഫുഡുകളൊന്നും നിങ്ങൾ കഴിക്കാതിരിക്കുക മാക്സിമം. ഓക്കെ, അതേപോലെ വെള്ളം കുടിക്കുക. നിങ്ങൾ വെള്ളം കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. വെള്ളത്തിൽ സാധാരണ കലോറി ഇല്ല, 0 കലോറിയാണ്. അപ്പോൾ വെള്ളം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കുടിക്കുക. വെള്ളം നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളൊരു മിനിമം ഒരു 3 ലിറ്ററൊക്കെ വെള്ളം കുടിക്കുന്ന മാതിരി, വെള്ളം കുടിച്ച് തീർക്കുന്ന മാതിരി നിങ്ങൾ വെള്ളം കുടിക്കുക. അതേപോലെ നിങ്ങളിപ്പോൾ ഈ വെയിറ്റ് ലോസിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുക. അപ്പോൾ വെയിറ്റ് ലോസ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ക്വാണ്ടിറ്റിയിൽ അളവ് കുറച്ചാൽ മതി. ഓക്കെ, അതേപോലെ ക്വാളിറ്റി അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. പുറത്തുനിന്നും ഫുഡ് നിങ്ങൾ മേടിച്ച് കഴിക്കാതിരിക്കുക. ഞാൻ ഈ പറഞ്ഞ ഫുഡുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നിങ്ങളെ ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾ ചെയ്യാൻ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനത്തെ രീതിയിലുള്ള ഇങ്ങനത്തെ രീതിയിലുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട്, ഡയറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുക, കോച്ച് ഷഫീഖ്
എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് വേറെയും മെത്തേഡിലൂടെ നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ളവർ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അതിനനുസരിച്ച് ഞാൻ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺലൈൻ ട്രെയിനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ നിങ്ങൾക്ക് അഫോർഡബിൾ ആകുന്ന പ്രൈസിലാണ്. അതുപോലെ നല്ല റിസൾട്ടും ഉണ്ടാവും. 100% റിസൾട്ട് ആയിരിക്കും. റിസൾട്ട് ഇല്ലാത്ത പക്ഷം നിങ്ങൾ ക്യാഷും തിരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ എല്ലാ സപ്പോർട്ടും നമുക്ക് വേണം. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മറക്കാതെ. നമ്മൾ കാണുന്ന പകുതി മുക്കാൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്റ്റേ ട്യൂൺ.